ത്രിയേക ദൈവത്തിന് സ്തുതി. ഒക്ലഹോമ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ തിരുപ്പിറവിയുടേതായിട്ടുള്ള നോമ്പ് ദിനങ്ങളിൽ ആവശ്യമായിട്ടുള്ള ധ്യാന ചിന്തകൾ പങ്കിടുവാൻ തക്കവണ്ണം ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക നേതൃത്വം പ്രദാനം ചെയ്ത യുവജന സഖ്യം സെക്രട്ടറി ശ്വേതയോടും ഈ ക്രമീകരണങ്ങൾ എഡിറ്റ് ചെയ്ത് സഹായിച്ച പ്രിയ മെൽവിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രായഭേദമന്യേ വിവിധ ഓർഗനൈസേഷനിൽ നിന്ന് ഇതിനോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രിയ കുഞ്ഞുങ്ങളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ക്രിസ്മസിൻ്റെ പുലരിയാണ്. തിരുപ്പിറവി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിന് മുൻപ് ഐശയ്യാപ്രവാചകൻ തൻ്റെ പ്രവചന ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ദർശനമുണ്ട്. ഐശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. For unto us a child is born, unto us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണിത്. തൻ്റെ ഓമനകുമാരനെ നമുക്കായി നൽകി മാനവരാശിയുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർക്കുന്ന അനുഭവമാണ്. പ്രിയരെ, ഈ സമാധാന പ്രഭു നമ്മുടെ ജീവിതത്തിൽ വസിപ്പാനായിട്ട് ഇടമാകണം. ഇതിന് ഈ ഭൂമിയിൽ സാധ്യമായി തീരുന്ന സന്ദർഭത്തിൽ 2 കുടുംബങ്ങളെയാണ് ഈ പദ്ധതിക്കായിട്ട് ദൈവം ഉപയോഗിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ടോർച്ച് ബിയറായിട്ട് വരുന്ന ഏലിയ പ്രവാചകൻ്റെ ആത്മാവോടുകൂടെ വന്ന യോഹന്നാൻ സ്നാപകൻ, അവൻ്റെ മാതാപിതാക്കളായ സഖറിയാവിനെയും എലിസബത്തിനെയും ലോകരക്ഷിതാവായി ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ്റെ ജനനത്തിന് ദൈവം ഉപയോഗിച്ചതായിട്ടുള്ള ജോസഫും മേരിയും, 2 കുടുംബങ്ങൾ ഈ ദൈവിക പദ്ധതിയിൽ ദൈവാഭിമുഖമായി നിൽക്കുമ്പോൾ അനുഗ്രഹകരമായ രീതിയിൽ ലോകത്തിന് ദൈവത്തിൻ്റെ രക്ഷയൊരുക്കുവാൻ ഇടയാകുന്നു. എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ ദൈവത്തോട് ചേർന്ന് ദൈവിക പദ്ധതിയിൽ ദൈവാഭിമുഖമായി നിൽക്കുവാൻ ഇടയാകുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ മശിഹ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ആകുകയാണ്, കുടുംബത്തിൻ്റെ ഭാഗമാകുകയാണ്. നമ്മളിലൂടെ, നമ്മുടെ സന്തതി പരമ്പരകളിലൂടെ ദൈവസാന്നിധ്യം ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകും. അതിന് ദൈവം ഇടയാക്കണം. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ഈ 25 ദിനങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ധ്യാനങ്ങളല്ല, മറിച്ച് നാം അനുഭവിച്ചതായ പങ്കിട്ടതായ ധ്യാനങ്ങളിൽ നിമ്നം ചെയ്ത് ഒരു യാത്ര നടത്തുവാൻ തക്കവണ്ണം ഇടയാകണം. ക്രിസ്മസിൻ്റേതായിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്ന നമ്മളിൽ ഒരുവനായി നമ്മോട് കൂടെ നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. ദൈവം അനുഗ്രഹീതമായ ഒരു പുതിയ വർഷം തരുമ്പോൾ ദൈവകൃപയുടെ നിറവിൽ ജീവിപ്പാൻ
ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസും പുതുവത്സരവും നേരുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.